മാർച്ചിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം 25 മുതൽ. ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 31-നും തുടങ്ങും. വിഷു പ്രമാണിച്ചാണ് പെൻഷൻ നേരത്തെ നൽകുന്നത്. പ്രതിമാസ പെൻഷൻ 2000 രൂപ വീതം അനുവദിക്കുന്നതിന് ആവശ്യമായ പണം അനുവദിച്ച് നേരത്തെ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ അർഹതയുള്ളത്. 26.62 ലക്ഷം പേരുടെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി നേരിട്ട് തുക കൈമാറും. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴി വിതരണം ചെയ്യും. പ്രതിമാസം 1050 കോടിയോളം രൂപയാണ് പെൻഷനായി നൽകുന്നത്. ആശുപത്രിയിലെ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം ശിക്ഷ. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജീവപര്യന്തം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കേസിൽ 70-ലധികം സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു. പിന്നാലെയാണ് കോടതി നിർണായകമായ ശിക്ഷ വിധിച്ചത്. 2023 മെയ് 10-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലിക്കിടെ ചികിത്സയ്ക്ക് കൊണ്ടുവന്ന രോഗിയായ സന്ദീപ് ഡോക്ടർ വന്ദനയെ ആക്രമിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 3ാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ബി.ജെ.പി. 11 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പീരുമേട് വി രതീഷ്, പുതുപ്പള്ളി രവീന്ദ്രനാഥ്, വാകത്താനം, മാവേലിക്കര അജിമോൻ, അടൂർ പന്തളം പ്രതാപൻ, ചവറ കെ.ആർ. രാജേഷ്, ചടയമംഗലം ആർ.എസ്. അരുൺരാജ്, ചിറയൻകീഴ് വി.എസ്. അനൂപ്, തിരുവനന്തപുരം കരമന ജയൻ, അരുവിക്കര വിവേക് ഗോപൻ, കോവളം ടി.എൻ. സുരേഷ്, നെയ്യാറ്റിൻകര രാജശേഖരൻ നായർ എന്നിവർ മത്സരിക്കും. ഇതോടെ ആകെ 97 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി. കോൺഗ്രസ് വിട്ട വി.എസ്. അനൂപ്, ആർ.എസ്. അരുൺരാജ് എന്നിവരെയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത്. ആർ.ജെ.ഡി. വിട്ട് ജെ.എസ്.ജെ.ഡിയിൽ ചേർന്ന ടി.എൻ. സുരേഷ് കോവളത്ത് മത്സരിക്കും. ഇടത് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയായിരുന്നു സുരേഷ് ആർ.ജെ.ഡി. വിട്ടത്. ഗുരുവായൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് വർഗീയ പ്രസ്താവന നടത്തിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സി.പി.എം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്ന് സി.പി.എം. തൃശൂർ ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൾ ഖാദർ പറഞ്ഞു. ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന വർഗീയത ലക്ഷ്യം വെച്ചാണ്. ഗുരുവായൂരിന്റെ മതനിരപേക്ഷ പാരമ്പര്യം തകർക്കാൻ ബി.ജെ.പിക്കാവില്ല. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് വർഗീയ പ്രസ്താവന നടത്തിയതിനെതിരെ സി.പി.എം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. നിയമപരമായി നേരിടുമെന്ന് സി.പി.എം. തൃശൂർ ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൾ ഖാദർ പ്രസ്താവനയിൽ പറഞ്ഞു. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പരിഹസിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.എം.എ. സലാം. തിരൂരങ്ങാടി സീറ്റിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചവരൊക്കെ രാത്രി വന്ന് കാലുപിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞിട്ടാണ് പോയത്. തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു യു.ഡി.എഫ് പ്രവർത്തകനും പരാതിയില്ലെന്ന് പി.എം.എ. സലാം പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി എൽ.ഡി.എഫ്. താനൂർ, വള്ളിക്കുന്ന്, കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിലായിരുന്നു പ്രഖ്യാപനം നടത്താനുണ്ടായിരുന്നത്. ഇവിടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ നാഷണൽ ലീഗ് പിന്തുണയോടെ എൽ.ഡി.എഫ്. സ്വതന്ത്രനായി അഡ്വക്കേറ്റ് സി.പി. മുസ്തഫയാണ് ജനവിധി തേടുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളി എൽ.ഡി.എഫ്. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന വാർത്തകളുണ്ടായിരുന്നു. എൽ.ഡി.എഫ്. നേതാക്കൾ റിയാസുമായി ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ CPIM-ലെ സുഹൃത്തുക്കളാണ് തന്നെ ബന്ധപ്പെട്ടതെന്നും അവരോട് നന്ദി പറഞ്ഞ് ആ ക്ഷണം നിഷേധിച്ചെന്നും റിയാസ് മുക്കോളി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൈപ്പത്തി ചിഹ്നം ശശിക്ക് നൽകരുതെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം നേതൃത്വം അംഗീകരിച്ചതോടെ ഒറ്റപ്പാലത്തെ യു.ഡി.എഫ്. സ്ഥാനാർത്ഥി പി.കെ. ശശി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസിൽ ചേരാൻ നേതൃത്വം ശശിയോട് ആവശ്യപ്പെട്ടെങ്കിലും വിസമ്മതിച്ചിരുന്നു. ഇതോടെയാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാൻ പി.കെ. ശശി തീരുമാനിച്ചത്. കൈപ്പത്തി ചിഹ്നം ഉപയോഗിച്ചുള്ള പി.കെ. ശശിയുടെ പ്രചരണ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഇന്നലെ വ്യാപകമായി പതിപ്പിച്ചിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയതിന് പിന്നാലെ പി.കെ. ശശിയെ CPM പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ജി. സുധാകരനെ രൂക്ഷമായി വിമർശിച്ചും കെ. സുധാകരനെ പുകഴ്ത്തിയും മന്ത്രി സജി ചെറിയാൻ. കെ. സുധാകരന്റെ രാഷ്ട്രീയ ധാർമ്മികത ജി. സുധാകരനില്ലെന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. ജി. സുധാകരൻ പാർട്ടിയുടെ ചങ്കിൽ കുത്തി. കെ. സുധാകരന് സീറ്റ് കിട്ടിയില്ല. പക്ഷേ അദ്ദേഹം പാർട്ടിയെ ചതിച്ചില്ല. ജി. സുധാകരൻ കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയാണ്. കെ. സുധാകരൻ ആ വഞ്ചന കാണിച്ചില്ല. അതാണ് രാഷ്ട്രീയ ധാർമ്മികത. ചങ്കിൽ കുത്തിയവരെ കൂട്ടുപിടിച്ച് ജയിക്കാമെന്ന് കോൺഗ്രസ് കരുതേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേർത്തലയിലെ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ നടിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച IT കമ്പനി മാനേജരെ പിടികൂടി പോലീസ്. കത്തർക്കടവ് സ്വദേശി വിപിൻ റോയിയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ട് കല്ലൂർ സ്റ്റേഡിയത്തിന്റെ പരിസരത്തെ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിയപ്പോഴാണ് വിപിൻ നടിയെ കടന്നുപിടിച്ചത്. ഇയാൾ പിന്നാലെ നടന്ന ശല്യം ചെയ്തതിനു ശേഷമായിരുന്നു അതിക്രമം നടത്തിയത്. ഉടൻ തന്നെ നടി പോലീസിൽ പരാതി നൽകി. ഇയാളെ പിടികൂടാനായി അപ്പോൾ തന്നെ പോലീസ് ശ്രമങ്ങൾ ആരംഭിച്ചു. വിപിൻ റോയി കത്തർക്കടവിലെ വീട്ടിലെത്തിയെന്ന് വിവരം ലഭിച്ചതിന് പിന്നാലെ പോലീസ് അവിടെ എത്തിയാണ് അറസ്റ്റ് ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിക്കുക, സ്ത്രീയോട് അതിക്രമം നടത്തുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്.
അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജീവിതത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയിരുന്നതെന്ന് മകൾ മറിയ ഉമ്മൻ. പത്തനാപുരത്ത് UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രചരണാർത്ഥം എത്തിയതായിരുന്നു അവർ. KB ഗണേഷ് കുമാറിനെതിരെ വിഷയത്തിൽ തന്റെ അമ്മ എല്ലാവരോടും ക്ഷമിച്ചുവെന്നും അതാണ് തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെന്നും മറിയ വ്യക്തമാക്കി. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്, പത്തനാപുരത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. പത്തനാപുരത്ത് UDF ജയിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു.